ഹേ സിനിമൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ കാർത്തി നായകനായ വാ വധിയാർ എന്ന സിനിമ ഇന്നേ ദിവസം ജനുവരി 28 നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഏതാണ്ട് 5ഓളം ഭാഷയിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ കോടതിയിൽ ജനനായകൻ എന്ന സിനിമയുടെ വിധി വന്നായിരുന്നു. അപ്പോൾ വിധിക്ക് അനുസരിച്ച് സിനിമ എന്തായാലും ഈ ഒരു മാസവും റിലീസ് ചെയ്യില്ല, അതായത് ഫെബ്രുവരി മാസവും റിലീസ് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. മിക്കവാറും സമ്മറിലേക്കൊക്കെ കടത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ എന്താ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ജനനായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ അടുത്തൊരു പൊളി കോംബോ അങ്ങനെ വരികയാണ്, നമ്മുടെ നസ്രിയ ടൊവിനോ തോമസ് കോംബോ. അപ്പോൾ അവരുടെ സിനിമയുടെ പേര് എൽ ക്ലാസിക്കോ എന്നാണ്. അപ്പോൾ മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒട്ടനവധി സീരീസുകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണല്ലോ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ. അതായത് ഇനി വരാൻ കിടക്കുന്നത് അണലി, പിന്നെ കേരള ക്രൈം ഫയൽസ് 2, പിന്നെ 1000 ബേബീസ് 2, അങ്ങനെ ഒട്ടനവധി ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ പുതിയൊരു സീരീസും അങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. റോസ്ലിംഗ്, നമ്മുടെ മീനയുണ്ട്, വിനീത് ഉണ്ട്, പിന്നെ നമ്മുടെ ജിത്തു ജോസഫാണ് ഈ സീരീസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. മിക്കവാറും ഈ മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് എന്തായാലും റിലീസ് ചെയ്യും. അപ്പോൾ എന്തായാലും മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ദേവര എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ചെറിയൊരു കാര്യം അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്നും അവർ ആ സെക്കൻഡ് പാർട്ട് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഈ വർഷം തന്നെ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടാവും. അടുത്ത വർഷം സിനിമ റിലീസ് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൺ ബേബി റൺ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത റിലീസ് ചിത്രം അങ്ങനെ എത്തുകയാണ്. ഉദയനാണ് താരം. നമ്മുടെ ലാലേട്ടൻ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ഫെബ്രുവരി 6 സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും മറ്റ് സിനിമ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.